ഫ്രണ്ട്സ്, നമ്മളിന്ന് F6-ൻ്റെ Chapter 4 ആണ് ചെയ്തു തുടങ്ങുന്നത്. നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റർ ചെയ്തു. Chapter 4 Unit 1 അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ് അതാണ് ചെയ്യുന്നത്. 3 മോഡ് സെലക്ട് ചെയ്തു. Question 1. Some new standards and amendments have been issued in the month of March 2002, but it was effective from 1st April 2002. In accordance with Indas 8, what is the provision in this regard? When the entity has not applied a new Indas that has been issued but it is not yet effective. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഇൻഡേഴ്സ് ഇഷ്യൂ ആയിട്ടുണ്ട്, പക്ഷെ അത് എന്തായിട്ടില്ല, എഫക്റ്റീവ് ആവുന്നത് അടുത്ത വർഷം മുതലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ വർഷം കാണിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ട്രീറ്റ് ആസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ഇൻ സബ്സിക്വൻറ്റ് ഇയർ അല്ല. ഓൺലി എ ഡിസ്ക്ലോഷർ ഓഫ് ഫാക്ട്സ് ഈസ് റിക്വയർഡ്, അതുമില്ല. എന്താ പറയണേ, ഡിസ്ക്ലോസ് ബോത്ത് ദ ഫാക്ട് ആൻഡ് എനി നോൺ ഓർ റീസണബിളി എസ്റ്റിമബിൾ ഇൻഫർമേഷൻ relevant to assessing the possible impact that the application of new Indas will have on the entity's financial statements in the period of initial application. ഇതിലെന്താ ചോദിക്കണേ, നമ്മുടെ പീരീഡ് ഓഫ് ഇനീഷ്യൽ ആപ്ലിക്കേഷനിൽ, അതായത് അടുത്ത April 1 തുടങ്ങിയിട്ട് എന്ത് മാറ്റമാണ് ഈ അക്കൗണ്ടിങ് പോളിസി വരുന്നത് കൊണ്ട് ഉണ്ടാവണേ എന്നുള്ള കാര്യമാണ് നമ്മളതിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ഇത് അപ്ലിക്കബിൾ അല്ലല്ലോ, എഫക്റ്റീവ് ആയിട്ടില്ലല്ലോ. അപ്പോൾ എഫക്റ്റീവ് ആവുന്ന പീരീഡിൽ എന്ത് മാറ്റം വരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ. ഡിയിൽ എന്താ പറയണേ, ഡിസ്ക്ലോസ് ബോത്ത് ദ ഫാക്ട് ആൻഡ് എഫക്ട് നോൺ ആസ് ഓർ റീസണബിളി എസ്റ്റിമബിൾ ഇൻഫർമേഷൻ റെലവൻറ്റ് ടു അസസിംഗ് ദ പോസിബിൾ ഇമ്പാക്ട് ദാറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ ഇൻഡേഴ്സ് വിൽ ഹാവ് ഓൺ ദ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ കറണ്ട് പീരീഡ്. കറണ്ട് പീരീഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ലേ. ഇതിന് വ്യത്യാസം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിന് ഇനീഷ്യൽ ആപ്ലിക്കേഷൻ വരുന്ന നെക്സ്റ്റ് ഇയറിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു Indas 8, when a change in accounting policy is applied retrospectively, the entity shall adjust opening balance of എന്താണ് പറയണത്, അക്കൗണ്ടിങ് പോളിസി റെട്രോസ്പെക്റ്റീവ്ലി മാറാണ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഈച്ച് എഫക്റ്റഡ് കമ്പോണൻറ്റ് ഓഫ് ഇക്വിറ്റി ഫോർ ദ ഏർലിയസ്റ്റ് പ്രയർ പീരീഡ് പ്രസൻറ്റ്. കറക്റ്റാണ്. ഓപ്പണിംഗ് ബാലൻസ് ഏർലിയസ്റ്റ് പ്രയർ പീരീഡ് പ്രസൻറ്റിലുള്ളതാണ് നമ്മൾ മാറ്റേണ്ടത്. അതിൻ്റെ ഓപ്ഷൻ 4 വായിച്ചു. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഈച്ച് എഫക്റ്റഡ് കമ്പോണൻറ്റ് ഓഫ് ഇക്വിറ്റി ഫോർ ഈച്ച് പ്രയർ പീരീഡ് പ്രസൻറ്റ്. ഈച്ച് പ്രയർ പീരീഡ് പ്രസൻറ്റഡിനുള്ള കമ്പാരറ്റീവിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ഈച്ച് പ്രയർ പീരീഡ് പ്രസൻറ്റഡ് ഇല്ല. ഓപ്പണിംഗ് ബാലൻസ് അല്ല, അതിൻ്റെ ആവശ്യമില്ല. ഏതിൻ്റെയാണ് ആവശ്യമുള്ളത്? ഏർലിയസ്റ്റ് പ്രയർ പീരീഡിൻ്റെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ 1ഉം 4ലും 1 ആണ് കറക്റ്റ്. ഇനി 2ഉം 3ഉം വായിച്ച് നോക്കാം. അതർ കമ്പറേറ്റീവ് എമൗണ്ട്സ് ഡിസ്ക്ലോസ്ഡ് ഫോർ ഏർലിയസ്റ്റ് പ്രയർ പീരീഡ് പ്രസൻറ്റഡ്, അല്ലെങ്കിൽ അതർ കമ്പറേറ്റീവ് എമൗണ്ട്സ് ഡിസ്ക്ലോസ്ഡ് ഫോർ ഈച്ച് പ്രയർ പീരീഡ് പ്രസൻറ്റ്. ഏർലിയസ്റ്റ് പ്രയർ പീരീഡിൻ്റെ കമ്പറേറ്റീവിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. ഏർലിയസ്റ്റ് പ്രയർ പീരീഡിൻ്റെ കമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പ്രീവിയസ് ഇയറോ. ഏർലിയസ്റ്റ് പ്രയർ പീരീഡിലെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ആവശ്യമില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതർ കമ്പറേറ്റീവ് എമൗണ്ട്സ് ഡിസ്ക്ലോസ്ഡ് ഫോർ ഈച്ച് പ്രയർ പീരീഡ് പ്രസൻറ്റഡ് എന്നുള്ള ആൻസറാണ് വരിക. അപ്പോൾ 1ഉം 3ഉം ആണ് ആൻസർ. 1ഉം 3. ഇനി which of the following is treated as a change in accounting policy in accordance with Indas 8 accounting policies, changes in accounting estimates and errors? ഏതാണ് അക്കൗണ്ടിങ് പോളിസി എന്നാണ് ചോദ്യം. ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ്, ചേഞ്ച് ഇൻ ദ ഫങ്ഷണൽ കറൻസി, ചേഞ്ച് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്, ചേഞ്ചസ് ഇൻ മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻട്രി. മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻട്രിയുടെ ചേഞ്ച് വരുന്നതാണ് എന്ത്? ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ചെയ്യാൻ വെയ്റ്റഡ് ആവറേജ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, പിന്നെ ലിഫോ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാമല്ലോ. അതാണ് എന്ത്? ചേഞ്ച് ഇൻ മെത്തേഡ് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സും ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയിലും ഒരു ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം വരാൻ കിടക്കുന്നുണ്ട്. എല്ലാവരും നമ്മൾ വിചാരിച്ച് വെച്ചേക്കണത്, എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുള്ളത് ഡിപ്രിസിയേഷൻ്റെ ചേഞ്ച്, അത് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആക്കുകയാണെങ്കിലോ അത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി അല്ല. അതെന്താണ്? ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. ഇൻവെൻട്രി വാല്യുവേഷൻ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണ്. പക്ഷേ അതിൻ്റെ തന്നെ നമുക്ക് NRV കാണണമെന്ന് വിചാരിക്കുക. NRV മെഷർമെൻറ്റ് അൺസർട്ടിനിറ്റി ഉള്ളത്. മെഷർമെൻറ്റ് അൺസർട്ടിനിറ്റി ഉള്ള കാര്യങ്ങളാണ് ബേസിക്കലി എന്ത്? മെഷർമെൻറ്റ് അൺസർട്ടിനിറ്റി ഉള്ള കാര്യങ്ങളാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഒരു മെഷർമെൻറ്റിൽ അൺസർട്ടിനിറ്റി ഉണ്ട്, എന്തൊരു ഫിഗർ വരും, പക്ഷേ അത് എത്രയാണെന്ന് നമുക്കറിയില്ല. അതിനൊരു അൺസർട്ടിനിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ NRV കാരണം കമ്പ്യൂട്ടേഷൻ എന്താ? അതൊരു എസ്റ്റിമേറ്റ് ആണ്. പക്ഷേ മെത്തേഡ് ഓഫ് ഇത് കാൽക്കുലേഷൻ അതെന്താ വരുന്നത്? അതൊരിക്കലും അക്കൗണ്ടിങ് പോളിസി അല്ല. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് അല്ല, അത് അക്കൗണ്ടിങ് പോളിസിയാണ്. പക്ഷേ ഡിപ്രിസിയേഷൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നത്? കാരണം ഡിപ്രിസിയേഷൻ നമുക്കറിയാം ബേസിക്കലി റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ആയിട്ട് തന്നെ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇതിലെന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മെഷർമെൻറ്റ് അൺസർട്ടിനിറ്റിയാണ് ഉള്ളത്. കാരണം ഓരോ വർഷവും
എത്രത്തോളമാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഒരു മെഷീനറിക്ക് ആദ്യത്തെ വർഷം ഒരു സ്ട്രീറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ നമ്മൾ 10% വിചാരിക്കും. അപ്പോൾ ഒരു 1 ലക്ഷം രൂപയുള്ള ഇൻവെൻട്രി PPEക്ക് നമ്മൾ ആദ്യത്തെ വർഷം 10,000 കൊടുത്തു, പിന്നത്തെ വർഷം 10,000 കൊടുത്തു, അങ്ങനെയാണ് പോണത്. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മെഷീനറിയിൽ നിന്ന് ഏൺ ചെയ്യാവുന്ന ഇൻകം എല്ലാ വർഷവും സെയിം ആണ് എന്നുള്ള അസംഷനിലാണ് എല്ലാ വർഷവും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂലേക്ക് മാറുകയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ കമ്മിങ് ഇയേഴ്സിൽ നമുക്ക് ആ മെഷീനറിയിൽ നിന്ന് ഉണ്ടാക്കാവുന്ന എക്കണോമിക് ബെനിഫിറ്റ് കുറഞ്ഞു വരും എന്നുള്ളതാണ് ആ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം. ഇതിൽ നിന്നുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മെഷർമെൻറ്റ് അൺസർട്ടനിറ്റീനെ കാണിക്കുന്നതാണ്. ഏതാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, നമ്മുടെ ഇൻകത്തിനെ മാച്ച് ചെയ്യാൻ ഇക്വാലൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇൻവെൻട്രി വാല്യുവേഷനിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇൻവെൻട്രി വാല്യുവേഷൻ എന്താണ്? ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആവാണ്. മെഷീനറിയുടെ വാല്യുവേഷൻ എന്താണ്? ചേഞ്ച് മെഷീനറിയുടെ ഡിപ്രിസിയേഷനിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആവാണ്. ഒന്ന് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ആയിട്ടില്ല, എന്നാലും ഞാനത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ലൈയിങ് എ ന്യൂ അക്കൗണ്ടിങ് പോളിസി ഓർ ടു ട്രാൻസാക്ഷൻസ് അതർ ഇവൻറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് ആസ് ഇഫ് ദാറ്റ് പോളിസി ഹാഡ് ഓൾവേസ് ബീൻ അപ്ലൈഡ് ഈസ് കൺസിഡേർഡ് ആസ് എന്താ? റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. ഇതല്ലേ, ഒരു പുതിയ ആപ്ലിക്കേഷൻ വരെയാണ്, അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് തുടക്കം മുതലേ നമ്മൾ അതായിരുന്നു ചെയ്തതെന്നുണ്ടെങ്കിൽ എങ്ങനെയാകുമായിരുന്നു റിസൾട്ട് എന്ന് പറയുന്നതാണ് എന്ത്? റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ സെലക്ഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഫോർ സിമിലർ ട്രാൻസാക്ഷൻസ് അതർ ഇവൻറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് ഷാൽ ബി കൺസിസ്റ്റൻറ്റ് ഓൾവേസ്. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് അക്കൗണ്ടിങ് പോളിസി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻറ്റ് അൺലെസ് ആൻഡ് Indas specifically requires or permits categorization of items for which different policies may be appropriate. വേറൊരു പോളിസി അപ്രോപ്രിയേറ്റ് ആവുന്ന സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റാണ്. കൺസിസ്റ്റൻറ്റ് ഓൺലി ഇഫ് Indas റിക്വയർസ്, അങ്ങനെയല്ല. അൺലെസ് Indas സ്പെസിഫിക്കലി റിക്വയേഴ്സ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് അത്ര ആവശ്യം വന്നാൽ മാത്രമാണ് നമ്മളത് മാറ്റാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ്? എന്തൊക്കെയാണ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്? ഈ ലോസ് ഇൻ അലവൻസ് ഫോർ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസസ് അപ്ലൈയിങ് Indas 109 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഞാൻ പറഞ്ഞു എസ്റ്റിമേഷൻ അൺസർട്ടനിറ്റിയാണ് നോക്കേണ്ടത്. നമുക്ക് ആ ഫിഗറിൽ എന്തുണ്ട്? അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ അത് ചേഞ്ചിങ് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. ദ NRV ഓഫ് എൻ ഐറ്റം ഓഫ് ഇൻവെൻട്രി ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഓൾറെഡി പറഞ്ഞതാണ്. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഫോർ എൻ ഐറ്റം ഓഫ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അപ്ലൈ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. പ്രൊവിഷൻ ഫോർ വാറണ്ടി ഒബ്ലിഗേഷൻസ്, ഇപ്പോൾ നമ്മൾ വർഷങ്ങളൊക്കെ മാറുകയാണെങ്കിലും അതും ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റും പോളിസി തമ്മിൽ വേർതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആണെങ്കിൽ നമ്മൾ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷനും ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷനാണ്. അതാണ് ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. എ പ്രൊവിഷൻ ഫോർ വാറണ്ടി ഒബ്ലിഗേഷൻസ് അപ്ലൈയിങ് Indas 37. വാറണ്ടി ഒബ്ലിഗേഷൻ പറഞ്ഞത് എത്രയാണ്? നമ്മൾ ആ എമൗണ്ടിൽ വാറണ്ടി വരും നമുക്കറിയാം, പക്ഷേ എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വാറണ്ടീനെ നമ്മൾ പ്രൊവിഷനായിട്ട് ട്രീറ്റ് ചെയ്യും. അല്ല, ആ വാറണ്ടി ഒബ്ലിഗേഷൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ 1 2 3 4 കൊടുത്തു. ഇൻ സം കേസസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഒരു അക്കൗണ്ടിങ് പോളിസിയും അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് വേർതിരിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം എന്തായാലും അതിലൊരു വാല്യൂ ചേഞ്ച് ഉണ്ടാവുമല്ലോ. ഒരു അക്കൗണ്ടിങ് പോളിസിയുടെ റിസൾട്ടായിട്ട് മിക്കവാറും ഒരു അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു എമൗണ്ടിൽ ഒരു മാറ്റം വരുത്തുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഭയങ്കര കൺഫ്യൂഷനുള്ള സാഹചര്യങ്ങളിൽ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ എക്സാമിന് ചെയ്യണം എന്നല്ലാണ്ട് നമ്മൾ പറയണം. നമ്മളിത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സബ്സ്റ്റൻസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ അക്കൗണ്ടിങ് പോളിസി ആയിട്ടോ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ടോ തിരിക്കേണ്ടതെന്ന് മനസ്സിലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആയിട്ടാണ് തിരിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോർഷൻ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. ഇഗ്നോർ ചെയ്യണമെന്നൊന്നും നടക്കില്ല. ഇനി അതായത് കമ്പനി മെയ്ഡ് സം changes in accounting policies and accounted for them in financial year 1-2. Due to changes in accounting policies, retrospective adjustment has tax effect related to previous years along with effects on transaction. How will this be accounted and disclosed? അതായത് നമ്മുടെ ഈ ചാപ്റ്റർ ഇല്ല Indas 8 ഇപ്പോൾ ഉള്ള ചേഞ്ച് തന്നെ Indas 12 Indas 12 എന്ന് പറയുന്നത് ഇൻകം ടാക്സസ് എന്നുള്ള സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിലും ചേഞ്ചസ് ഉണ്ടോ? അപ്പോൾ അതാത് സ്റ്റാൻഡേർഡുകൾ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ടാക്സ് എഫക്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് Indas 12 ട്രാൻസാക്ഷൻ എഫക്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് Indas 8 കറക്റ്റാണ്. ഇനി അക്കോർഡിംഗ് ടു Indas 8 പ്രയർ പീരീഡ് എറേഴ്സ് ഷാൽ ബി കറക്റ്റഡ്. പ്രയർ പീരീഡ് എറർ എന്താ? അക്കൗണ്ടിങ് പോളിസി ആണെങ്കിലും പ്രയർ പീരീഡ് എറർ ആണെങ്കിലും റെട്രോസ്പെക്റ്റീവ്ലി ചെയ്യണം. പ്രോസ്പെക്റ്റീവ്ലി അല്ല,
ചോയ്സൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൽ ബി കൺസിഡർഡ് ആസ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി? The application of an accounting policy for transactions or events, other events or conditions that differ from substance from previously occurring. In the application of new accounting policy for transactions other ചെയ്യാൻ പറ്റുമോ നോക്കാം. The application of a new accounting policy for transactions, other events or conditions that occurred previously or material. പുതിയ അക്കൗണ്ടിങ് പോളിസി ചെയ്യുന്നതിനല്ലേ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുക. നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന അക്കൗണ്ടിങ് പോളിസിക്ക് പകരമായിട്ട് പുതിയ അക്കൗണ്ടിങ് പോളിസി എടുക്കുന്നതിനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുക. അപ്പോൾ ന്യൂ അക്കൗണ്ടിങ് പോളിസി ഓൾഡിൻ്റെ സ്ഥാനത്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ പറയുക. ആദ്യത്തെ പോയിന്റ് എന്താണ്, ഇതിൻ്റെ ബൈഫർക്കേഷൻ എടുത്തത് അപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി ഫോർ മൊത്തത്തിൽ ആ ട്രാൻസാക്ഷൻസിൽ വ്യത്യാസമുള്ളതിന് ഓൾഡ് അക്കൗണ്ടിങ് പോളിസി ചെയ്യണതല്ലല്ലോ. അപ്പോൾ ബിന്നെയാണ് ആൻസർ വരെ. സബ്മിറ്റ് കൊടുത്തു, നമ്മുടെ എല്ലാ ആൻസറും കറക്റ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നമ്മളിത് ഓൾറെഡി ഇടാറുള്ളതാണ്. ആവശ്യമുള്ള PDF നമ്മൾ ഇടാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ പാഠത്തിലുള്ളൊരു അക്കൗണ്ടിങ് പോളിസിയും എസ്റ്റിമേറ്റും എറേഴ്സും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്കൊന്ന് നോക്കണം. അതായത് ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നമുക്ക് 3 കാര്യമുണ്ട്, അക്കൗണ്ടിങ് പോളിസി ഉണ്ട്, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ഉണ്ട്, എറേഴ്സ് ഉണ്ട്. ഇതിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വരണത് എന്നുള്ളതാണ് പറയണത്. ഈ എറേഴ്സ് തന്നെ 2 വർഷം ഉണ്ടായിട്ടുള്ളത്. ഇതൊരു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് കാര്യമാണ് പറയണത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ പ്രീവിയസ് ഇയർ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 22-23 വിചാരിക്കുക. 22-23 നമ്മൾ ഒരു അക്കൗണ്ടിങ് പോളിസിയിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ചേഞ്ച് വരുത്തണം എന്നാണ് പറയണത്. പ്രീവിയസ് ഇയർ എന്ത് ചെയ്യണം, പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ റീസ്റ്റേറ്റ് ചെയ്യണം. ഏതാണെങ്കിൽ അക്കൗണ്ടിങ് പോളിസി ആണെങ്കിൽ, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പ്രീവിയസ് ഇയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എറേഴ്സ് ആണെങ്കിലും എറേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അക്കൗണ്ടിങ് പോളിസി പോലെ തന്നെയാണ്. അത് പ്രയർ പീരീഡ് ആണെങ്കിലും അതോ അല്ല പ്രീവിയസ് ഇയറിലാണ് നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൻ്റെ പ്രയറാണ് നടന്നിട്ടുണ്ടെങ്കിലും പ്രീവിയസ് ഇയർ എന്ത് ചെയ്യണം, റീസ്റ്റേറ്റ് ചെയ്യണം. പിന്നെ സോക്കി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയാണ്. അത് ഏതിലാണ് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് പോളിസിയിലും എറേഴ്സിലുമാണ് എന്ത് ചെയ്യേണ്ടത്, റീസ്റ്റേറ്റ് ചെയ്യേണ്ടത്. എന്തിലും റീസ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിൽ റീസ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഓപ്പണിങ്ങിലാണല്ലോ റീസ്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയറിലാണ് മാറ്റം വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ അതായത് എററിൽ പ്രീവിയസ് ഇയറിലാണ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എററിൻ്റെ പ്രീവിയസ് ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അതുകൊണ്ടാണ് എറേഴ്സിൽ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ളതാണെങ്കിൽ സോക്കിയിൽ ചേഞ്ച് വരുത്തേണ്ടതെന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഓപ്പണിങ്ങിൽ ചേഞ്ച് വരുത്തേണ്ടതെന്ന് പറയുന്നത്. ഇനി തേർഡ് ബാലൻസ് ഷീറ്റിൻ്റെ ആവശ്യമുണ്ടോ, തേർഡ് ബാലൻസ് ഷീറ്റിൻ്റെ ആവശ്യം ആകെയുള്ളത് ഇതിലാണ്, അക്കൗണ്ടിങ് പോളിസിയിലും എറേഴ്സിലാണ്. എന്തിലും ആവശ്യമില്ല, അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സിലും ആവശ്യമില്ല. അതുപോലും നമ്മൾ തേർഡ് ബാലൻസ് ഷീറ്റ് വരുത്തപ്പോഴാണ് അത് ഒരു മെറ്റീരിയലായിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചേഞ്ച് വരുത്തുള്ളൂ. അതും പ്രീവിയസ് ഇയറിലാണെങ്കിൽ തേർഡ് ബാലൻസ് ഷീറ്റിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. അതും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് നമ്മൾ വരുത്തണത്. അപ്പോൾ തേർഡ് ബാലൻസ് ഷീറ്റിൻ്റെ ആവശ്യം അതിലും വരുന്നില്ല. അപ്പോൾ ഈ സമ്മറിയും കൂടി ക്ലിയർ ആയി വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിങ് പാർട്ട് നമുക്ക് അങ്ങനെ പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.